Hi all, welcome to Competitive Cracker. ഞാൻ ഷാലിമ. PSC ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരുപാട് വിജ്ഞാപനങ്ങൾ ഈ വർഷം PSC പുറത്തിറക്കിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിലും ASM അങ്ങനെ ഒരുപാട് വിജ്ഞാപനങ്ങൾ PSC പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അല്ലെ. PSC പഠിച്ചു തുടങ്ങുന്നവരുണ്ടാവും. അതുപോലെ എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് PSCക്ക് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്കിടയിൽ ഉണ്ടാവും. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എങ്ങനെ PSCക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് PSC വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇത് PSC വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താ, നമ്മുടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒരിക്കലും ഇതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. നോർമലി എല്ലാവരും എന്താ ചെയ്യുന്നത്, നേരെ ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയും. പക്ഷെ അങ്ങനെ അവർക്ക് എന്തെങ്കിലും കറക്ഷൻ സംഭവിച്ചാൽ നമ്മുടെ ഫ്യൂച്ചറാണ് അവിടെ നഷ്ടമാവുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, മാക്സിമം അവരവർ തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാനും ഒക്കെ ശ്രമിക്കാം. ഓക്കെ, ആദ്യം വേണ്ട എന്താണ്, നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്, PSC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഒറ്റത്തവണ രജിസ്ട്രേഷൻ വേണം അല്ലെ. ആദ്യം വേണ്ടത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ എന്നൊരു പരിപാടിയുണ്ട്, അത് ചെയ്യണം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ അതെങ്ങനെയാ ചെയ്യുന്നത്, PSC വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് PSCയുടെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ PSCയുടെ വെബ്സൈറ്റിൽ കയറി എന്ത് ചെയ്യണം, ഓരോ ഉദ്യോഗാർത്ഥിയും എന്ത് ചെയ്യണം, ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു പ്രാവശ്യം മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. അതുപോലെ ഒരു പ്രാവശ്യം മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് പറയും. ചില സമയത്ത് ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്താണ് പക്ഷെ അവര് യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ മറന്നു. അപ്പൊ അവരെന്ത് ചെയ്യും, അത് ഓർത്തെടുക്കാനോ അത് കണ്ടുപിടിക്കാനോ ഒന്നും ശ്രമിക്കാതെ പിന്നെയും കയറി രജിസ്റ്റർ ചെയ്യും. ഓക്കെ, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒറ്റത്തവണ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി ഈ പാസ്വേഡും ഐഡിയും ഒക്കെ കളഞ്ഞു പോയാൽ അല്ലെങ്കിൽ നമ്മൾ മറന്നു പോയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കത് PSCയെ ഇൻഫോം ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടത്, അപ്പൊ മുൻപ് രജിസ്റ്റർ ചെയ്തവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ നേരത്തെയുള്ള രജിസ്ട്രേഷൻ മറച്ചു വെച്ച് വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നത് എന്താണ്, കുറ്റകരമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇത് മറന്നുപോയാൽ യൂസർ ഐഡിയും പാസ്വേഡും മറന്നുപോയവർ അത് തിരിച്ചെടുക്കാൻ മെനക്കെടാതെ എന്ത് ചെയ്യും, പിന്നെയും വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കും അല്ലെ. അതിന് പകരം എന്താ ചെയ്യേണ്ടത്, മറന്നുപോയ യൂസർ ഐഡിയും പാസ്വേഡും മൊബൈൽ ഫോണിൽ SMS ആയിട്ട് PSC അയച്ചു തരും. അപ്പൊ നമ്മൾ PSCയെ ഇൻഫോം ചെയ്താൽ നമ്മുടെ മറന്നുപോയ യൂസർ ഐഡിയും പാസ്വേഡും നമ്മുടെ മൊബൈൽ ഫോണിൽ SMS ആയിട്ട് ആരയച്ചു തരും, PSC അയച്ചു. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്, അത് ലഭിക്കാൻ മൊബൈൽ നമ്പറിൽ നിന്ന് നിർദ്ദിഷ്ട മാതൃകയിൽ ഒരു മാതൃക ഉണ്ടാവും. ആ ഒരു മാതൃകയിൽ നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെ, നമ്മുടെ മൊബൈൽ നമ്പറിൽ നിന്ന് PSCക്ക് എന്ത് ചെയ്യണം, ആ ഒരു നിർദ്ദിഷ്ട മാതൃകയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, SMS അയക്കണം. അപ്പൊ PSC എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ അയച്ചു തരും. ഓക്കെ, അത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു തരും. അപ്പോൾ അതിനുള്ള മാതൃകയും നമ്പറും PSC വെബ്സൈറ്റിലെ 1 ടൈം രജിസ്ട്രേഷൻ ലോഗിൻ പേജിലുണ്ട്. അപ്പോൾ ഏത് മാതൃകയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എവിടെയാണ് ഏത് മാതൃകയാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ എവിടെ നിന്നാണ്, അതിനുവേണ്ടി PSC വെബ്സൈറ്റ് അല്ലെ, അതിനുള്ള മാതൃകയും നമ്പറും നമുക്ക് എവിടെ നിന്ന് കിട്ടും, PSC വെബ്സൈറ്റിലെ 1 ടൈം രജിസ്ട്രേഷൻ ലോഗിൻ പേജിൽ അതിനുള്ള മാതൃകയുണ്ട്. അതുപോലെ എന്തുണ്ട്, ആ ഒരു നമ്പരും കിട്ടും. ഓക്കെ, അപ്പോ അതനുസരിച്ച് നിലവിലുള്ള യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അപ്പൊ ID മറന്നുപോയാൽ നമ്മൾ PSCയുടെ വെബ്സൈറ്റിൽ 1 ടൈം ആ ഒരു രജിസ്ട്രേഷൻ അവിടെ ചെന്നാൽ നമുക്ക് അതിന്റെ മാതൃക കിട്ടും, നമ്പർ കിട്ടും. അതിലേക്ക് PSCക്ക് നമ്മൾ മെസ്സേജ് അയക്കുക, നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുക. അപ്പൊ PSC അത് IDയും പാസ്വേഡും നമുക്ക് അയച്ചു തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് അത് ലോഗിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വരും, നമുക്ക് ആവശ്യമുള്ള നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ ഈ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ലോഗിൻ ചെയ്യാം. വീണ്ടും ലോഗിൻ ചെയ്ത് അവിടെ കയറുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കുറേ വിജ്ഞാപനങ്ങൾ വന്ന് കിടപ്പുണ്ടാവും. നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള വിജ്ഞാപനങ്ങളെല്ലാം വന്ന് കിടപ്പുണ്ടാവും. അപ്പൊ നമ്മുടെ യോഗ്യതയുടെ നേരെ എന്താണ്, എലിജിബിൾ എന്നുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു എലിജിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ വിജ്ഞാപനത്തിലും എന്ത് ചെയ്യാം, അപേക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ ശ്രദ്ധിക്കണം. അതുപോലെ എന്ത് ശ്രദ്ധിക്കണം, ഒപ്പം ശ്രദ്ധിക്കണം. ഫോട്ടോയും ഒപ്പം പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, അപേക്ഷിക്കുമ്പോൾ ഫോട്ടോയും ശ്രദ്ധിക്കണം, ഒപ്പം ശ്രദ്ധിക്കണം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തുന്നതിന് വ്യക്തിഗത വിവരങ്ങളും രേഖകളും ഉദ്യോഗാർത്ഥികളുടെ കൈവശമുണ്ടാകണം. ഓക്കെ, ഈ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തുന്നതിന് നമ്മുടെ ഓരോ വ്യക്തിയുടെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടല്ലോ, ആ ഡീറ്റെയിൽസും വിവരങ്ങളും ഒക്കെ ആരുടെ കയ്യിലും നമ്മുടെ
ആരുടെ കയ്യിലുണ്ടാവണം? ഓരോ PSC ഉദ്യോഗാർത്ഥിയുടെ കയ്യിലും അവർ സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, ഫോട്ടോ, സർട്ടിഫിക്കറ്റുകൾ എന്നിവ നിർദ്ദിഷ്ട വലുപ്പത്തിലും ഫോർമാറ്റിലും സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏത് സൈസിലാണ് ഫോട്ടോ എന്നും അതുപോലെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റുകൾ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഫോട്ടോയുടെ ആണെങ്കിലും ഫോട്ടോ, സർട്ടിഫിക്കറ്റുകൾ എന്നിവ നിർദ്ദിഷ്ട വലുപ്പത്തിലും ഫോർമാറ്റിലും എന്ത് ചെയ്യണം? സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനുശേഷം ആണ് എന്ത് ചെയ്യേണ്ടത്? രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങേണ്ടത്. അപ്പൊ ഫോട്ടോയും സർട്ടിഫിക്കറ്റുകളും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെക്കണം. അതിനുശേഷമാണ് നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ എല്ലാം എന്തായിരിക്കണം? സത്യസന്ധമായ വിവരങ്ങളായിരിക്കണം. ഒരിക്കലും ഫേക്ക് കാര്യങ്ങൾ നമ്മൾ അവിടെ എൻട്രി ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു എന്ന്, അല്ലെങ്കിൽ ഇന്ന ദിവസം സർട്ടിഫിക്കറ്റ് കിട്ടി എന്നൊക്കെ ഇതിൽ സർട്ടിഫിക്കറ്റ് ഡേറ്റ് അങ്ങനെയൊക്കെ വെച്ച് ഫേക്ക് ഒരിക്കലും നമ്മൾ അവിടെ ചെയ്യാൻ പാടില്ല. അത് PSCയുടെ ശ്രദ്ധയിൽപ്പെട്ടാലും നമുക്ക് എന്ത് ചെയ്യാം? നല്ല കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കും. അയോഗ്യത എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഈ PSC ആ ഒരു സൈറ്റ് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള, യോഗ്യമായിട്ടുള്ള വിജ്ഞാപനങ്ങൾ, അയോഗ്യതയുള്ള വിജ്ഞാപനങ്ങൾ വന്ന് കിടക്കും. അപ്പോൾ യോഗ്യതയാണോ ഉള്ളതാണോ യോഗ്യത ഇല്ലാത്തതാണോ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? യോഗ്യത പൂർണ്ണമായി ചേർത്തിട്ടുള്ളവർക്ക് പ്രൊഫൈലിലൂടെ തന്നെ അപേക്ഷിക്കാനുള്ള അർഹത മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വിജ്ഞാപനത്തിനും ആവശ്യമായ യോഗ്യത നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിലൂടെ തന്നെ നമ്മൾ അതിന് എലിജിബിൾ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? നോട്ടിഫിക്കേഷൻ ലിങ്ക് ആ ഒരു ഇതിൽ കയറി എന്ത് ചെയ്യണം? ആ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കിൽ കയറി ഓരോ വിജ്ഞാപനത്തിനും ഒപ്പമുള്ള ഓരോ വിജ്ഞാപനത്തിനും ഒപ്പമുള്ള എന്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? അപ്ലൈ നൗ. അതിൽ ക്ലിക്ക് ചെയ്താൽ അപേക്ഷിക്കാനുള്ള യോഗ്യത വ്യക്തമാവും. അപ്പൊ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ കയറുക. നമുക്ക് ഓരോന്നിനും അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ കയറി ഓരോ വിജ്ഞാപനത്തിന് നേരെയുള്ള അപ്ലൈ നൗ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അപേക്ഷിക്കാനുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇന്നെലിജിബിൾ ആയവർക്ക് എങ്ങനെയാണ്? യോഗ്യത ഇല്ലാത്തവർക്ക്, ആ ഒരു വിജ്ഞാപനത്തിന് അപേക്ഷിക്കാനുള്ള യോഗ്യത ഇല്ലാത്തവരാണെങ്കിൽ ഇന്നെലിജിബിൾ ആയവർക്ക് എന്താണ് അവരുടെ അയോഗ്യത എന്ന് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഏജ് ആണെങ്കിൽ ആ ഒരു ഏജ് കഴിഞ്ഞവർ, അല്ലെങ്കിൽ ആ ഒരു PSC പറയുന്ന ഒരു ഏജ് ലിമിറ്റ് ഉണ്ടാവും. അതിന് മുൻപുള്ളവരാണോ അത് കഴിഞ്ഞുള്ളവരാണോ എന്നൊക്കെ 18 വയസ്സ് മുതൽ നമുക്ക് അപേക്ഷിക്കാം അല്ലെ. അപ്പൊ ഈ 18 വയസ്സിന് മുൻപൊക്കെ ആണെങ്കിൽ ഉള്ളവർക്ക് അപേക്ഷിക്കുമ്പോൾ ഇന്നെലിജിബിൾ എന്ന് കാണിക്കും. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ യോഗ്യതയും അയോഗ്യതയൊക്കെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും. നമുക്ക് അവർ PSC ഓരോ വിജ്ഞാപനത്തിനും ചോദിച്ചിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എലിജിബിൾ എന്ന് കാണുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നമുക്ക് അവിടെ എന്താ കാണുന്നത്? ഇന്നെലിജിബിൾ എന്നായിരിക്കും കാണിക്കുന്നത്. അത് പരിശോധിച്ച് പ്രൊഫൈലിലെ യോഗ്യതയിൽ പിശകുണ്ടെങ്കിൽ അത് തിരുത്തിയും തത്തുല്യ യോഗ്യത അവകാശപ്പെടാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തും അപേക്ഷ നൽകാം. അപ്പൊ യോഗ്യതയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രൊഫൈലിൽ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ കുറേ കാര്യങ്ങൾ നമ്മുടെ യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട്. അത് പരിശോധിച്ച് പ്രൊഫൈലിലെ യോഗ്യതയിൽ പിശക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് അവിടെ തിരുത്താൻ പറ്റും. അതുപോലെ തന്നെ തത്തുല്യ യോഗ്യത അവകാശപ്പെടാനുണ്ടെങ്കിൽ, അവർ പറഞ്ഞിരിക്കുന്ന യോഗ്യതയുടെ തത്തുല്യ യോഗ്യത നമുക്ക് അവിടെ അവകാശപ്പെടാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതും ചെയ്ത് അവിടെ അപേക്ഷ നൽകാൻ പറ്റും. ഇങ്ങനെ തിരുത്തൽ വരുത്തുന്നവരും തത്തുല്യ യോഗ്യത അവകാശപ്പെടുന്നവരും അതിനുള്ള രേഖകൾ പ്രമാണ പരിശോധന സമയത്ത് PSCയിൽ ഹാജരാക്കണം. അപ്പോ ഇങ്ങനെ തിരുത്തലൊക്കെ വരുത്തിയവരാണെങ്കിൽ, ഇങ്ങനെ തിരുത്തൽ വരുത്തുന്നവരും തത്തുല്യ യോഗ്യത അവകാശപ്പെടുന്നവരും അതിനുള്ള രേഖകൾ എന്ത് ചെയ്യണം? അവസാനം ഈ സർട്ടിഫിക്കറ്റ് പരിശോധന ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഇതെല്ലാം എന്ത് ചെയ്യണം? ഹാജരാക്കണം. അധിക യോഗ്യതകൾ കൂട്ടിച്ചേർക്കണം. അപ്പൊ അധിക യോഗ്യതകൾ ഉണ്ടാവും അല്ലെ. നമ്മളിപ്പോ രജിസ്റ്റർ ചെയ്ത സമയത്ത് നമുക്ക് ചിലപ്പോൾ SSLC യോഗ്യത മാത്രമായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞാണ് നമ്മൾ +2 ഡിഗ്രിയും ഒക്കെ പഠിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ ആ അധിക യോഗ്യതകൾ അത് കൂട്ടിച്ചേർക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അധിക യോഗ്യതകൾ കൂട്ടിച്ചേർക്കണം. പ്രൊഫൈൽ ഹോം പേജിൽ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ കാർഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ അതെന്താ ചെയ്യേണ്ടത്? പ്രൊഫൈൽ ഹോം പേജിൽ ചെന്നിട്ട് അവിടെ രജിസ്ട്രേഷൻ കാർഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെ, ഇതിന്റെ അച്ചടി പകർപ്പെടുത്ത് സൂക്ഷിക്കാനും കഴിയും. അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യും? നമുക്കത് എടുത്ത് അതിന്റെ ഒരു പ്രിന്റ് എടുത്ത് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ പ്രിന്റ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷിക്കാൻ പറ്റും. അധിക യോഗ്യതകൾ അതത് സമയങ്ങളിൽ ചേർക്കാൻ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കണം. അപ്പം അധിക യോഗ്യതകൾ വരുന്നതനുസരിച്ച് നമ്മൾ ഓരോ കോഴ്സും പഠിച്ചു കഴിയുന്നതനുസരിച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? ഇത് നമ്മുടെ ഈ പ്രൊഫൈലിൽ കൂട്ടിച്ചേർക്കുകയും വേണം.
ഓക്കെ, അതനുസരിച്ച് വിജ്ഞാപനങ്ങൾക്ക് സമയം കളയാതെ അപേക്ഷിക്കാനാവും. നമ്മൾ എങ്ങനെയൊക്കെയാണോ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ആ ഒരു കോഴ്സിന്റെ ബേസിലായിരിക്കും നമുക്ക് എലിജിബിൾ ആണോ ആ ഓരോ വിജ്ഞാപനത്തിനും എലിജിബിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചേർത്തില്ലെങ്കിൽ ഇപ്പൊ ഡിഗ്രി ഉള്ള ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ ആണെങ്കിൽ ഡിഗ്രി വേണം അല്ലെ. അപ്പോൾ ഡിഗ്രി ഉള്ളതിനാണ് നമ്മളവിടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ഇന്നെലിജിബിൾ ആണ്, അങ്ങനെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതാത് സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്ന അധിക യോഗ്യതകൾ എന്ത് ചെയ്യണം, ഇതിൽ ആഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ ഇപ്പോൾ നമ്മൾ PSC വിളിച്ചിട്ടുള്ള എല്ലാത്തിനും നമ്മളിവിടെ എന്താണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ റെക്കോർഡായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് കാണാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ എല്ലാം PDF നോട്ട്സ് ഉണ്ടാവും, ഒരു സ്പെഷ്യൽ മെൻറ്റർ നമുക്കുണ്ടാവും ഒരു മെൻറ്റർ സപ്പോർട്ടിന് വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും എന്താണ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്തായിരിക്കും നമ്മൾ എപ്പോഴും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്കറിയാം സിലബസ് നോക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ എക്സാമും സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആ രീതിയിലാണ് നമ്മളിവിടെ പഠനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള ഇപ്പോൾ PSC വിളിച്ച് എല്ലാ വിജ്ഞാപനങ്ങൾക്കുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ റെക്കോർഡ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ബേസിലാണ് നമ്മൾ ഒരു ടൈം ടേബിൾ റെഡിയാക്കിയാണ്, ആ ഒരു ടൈം ടേബിളിന്റെ ബേസിലാണ് നമ്മളിവിടെ പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടാവും. ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അല്ലെ. ഒരു മെന്റർ ഉണ്ടാവും. അതുപോലെ നമുക്ക് എന്താണ് എക്സാം എഴുതാനുള്ള പ്രീവിയസ് ഇയർ എക്സാമും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ ബേസിൽ എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ കോഴ്സ് സ്റ്റാർട്ടിങ് ഓൺ January 13 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8590202323 എന്ന നമ്പർ എന്ത് ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ 75 ഡേയ്സ് ടൈം ടേബിൾ ബേസ്ഡ് ഓൺലൈൻ ബാച്ച് ആണ്. എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഇപ്പൊ PSC വിളിച്ച എല്ലാ വിജ്ഞാപനങ്ങൾക്കും ഉള്ള കോഴ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഫോട്ടോയുടെ കാലാവധി എത്രയാണ്, 10 വർഷ കാലാവധിയാണ്. ഫോട്ടോയ്ക്ക് 10 വർഷ കാലാവധിയുണ്ട്. പ്രൊഫൈലിൽ ഫോട്ടോ ചേർക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൊഫൈലിൽ ഫോട്ടോ ചേർക്കും. ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 31/12/2014 ശേഷം എടുത്ത ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഏതാ ഡേറ്റ്? 31/12/2014 ശേഷം എടുത്ത ഫോട്ടോയാണ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ ഫോട്ടോയുടെ താഴെ എന്ത് വേണം? ഉദ്യോഗാർത്ഥിയുടെ പേര് വേണം. അതുപോലെ ഫോട്ടോ എടുത്ത തീയതിയും എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. ഒരിക്കൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് അന്ന് മുതൽ 10 വർഷം വരെ പ്രാബല്യം ഉണ്ടായിരിക്കും. ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് എത്രയാണ് ആ ഒരു പ്രാബല്യം? അതിന്റെ പ്രാബല്യം എത്രയാണ്? അന്ന് മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ദിവസം മുതൽ 10 വർഷം വരെ പ്രാബല്യം ഉണ്ടായിരിക്കും. അതുപോലെ ഒപ്പ് എന്താണ്? ഒപ്പ് അപ്ലോഡ് ചെയ്യുന്നതിനും വ്യവസ്ഥകൾ കർശനമായിട്ട് പാലിക്കണം. അതുപോലെ ഓരോ ഉദ്യോഗാർത്ഥിയുടെ ഒപ്പ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനും ഒരുപാട് വ്യവസ്ഥകളുണ്ട്, അത് നമ്മൾ പാലിക്കണം. നിർദ്ദിഷ്ട വലിപ്പത്തിലും റെസൊല്യൂഷനിലും ഫോർമാറ്റിലുമേ അവ അപ്ലോഡ് ചെയ്യാവൂ. അപ്പൊ ഒരു PSC പറയുന്ന ഒരു നിർദ്ദിഷ്ട വലിപ്പമുണ്ട്, അതുപോലെ റെസൊല്യൂഷൻ ഒക്കെ ഉണ്ട് അല്ലെ. ആ ഒരു ഫോർമാറ്റിൽ മാത്രമേ ഒപ്പും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. രേഖകൾ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കണം. അപ്പൊ നമ്മൾ ഈ ചെയ്ത രേഖകളൊക്കെ എന്താണ് PSC ആവശ്യപ്പെടും അല്ലെ. ഉദ്യോഗാർത്ഥി സമർപ്പിക്കുന്ന അപേക്ഷ ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് PSC സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനാൽ പരീക്ഷ അഭിമുഖം, കായിക പരീക്ഷ എന്നിവയിൽ അപേക്ഷയിലെ വിവരങ്ങളുടെ മാത്രം പരിഗണനയിൽ ഉദ്യോഗാർത്ഥികളെ പങ്കെടുപ്പിക്കും. ഓക്കെ, എന്നിട്ട് ഇത് ആവശ്യപ്പെടുമ്പോൾ എന്താണ് PSC ആവശ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ രേഖകളെല്ലാം സബ്മിറ്റ് ചെയ്യണം. അവിടെ നമുക്ക് ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള രേഖകളൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ. ക്രാക്കർ എന്താണ്? നീ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാം ഇതുപോലെ തന്നെ ടൈം ടേബിൾ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നമ്മൾ ആപ്പിൽ കൂടിയാണ് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെയും എന്താണ് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെയും PDF നോട്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ PSCയിൽ അപ്ലോഡ് ചെയ്ത രേഖകളിൽ എന്തെങ്കിലും പിശക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും രേഖകളുടെ സൂക്ഷ്മ പരിശോധന വിവരങ്ങളിൽ എന്തെങ്കിലും റോങ് ആയിട്ട് തെറ്റായിട്ടുണ്ടെങ്കിൽ അപേക്ഷ PSC എന്ത് ചെയ്യും? PSC അപേക്ഷ എന്ത് ചെയ്യും? നിരസിക്കും. ഓക്കെ, അപ്പൊ ഒരിക്കൽ അപേക്ഷിച്ച ശേഷം അതിൽ മാറ്റം വരുത്താനോ ഒഴിവാക്കാനോ ഉദ്യോഗാർത്ഥിക്ക് കഴിയില്ല.
പിന്നെ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ് തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യണം? ഹാജരാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കാസ്റ്റ് ഒക്കെ ഇളവുണ്ടാവും അല്ലെ, റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? ആ ഒരു ബേസിലായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഒക്കെ ടൈമിൽ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ ടൈമിൽ ഇതൊക്കെ ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അത് നമുക്ക് അവിടെ കിട്ടില്ല. ഓക്കെ, അതൊക്കെ എന്താ PSC എന്ത് ചെയ്യും? അത് ഒറിജിനൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കിയില്ലെങ്കിൽ PSC അത് എന്ത് ചെയ്യും? നിരസിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഒരു PSC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ശ്രദ്ധയോടെ ചെയ്യുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. വെറുതെ അക്ഷയ സെന്ററിൽ കൊടുത്തിട്ട് അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അവരെ കൊണ്ട് ചെയ്യിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണം കേട്ടോ, നമ്മളത് വെരിഫൈ ചെയ്യാൻ വേണം. ഓക്കെ, ഒരിക്കലും നമുക്കൊരു മിസ്റ്റേക്ക് അവിടെ സംഭവിക്കാൻ പാടില്ല. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ.